ക്ഷണമന്ത്രങ്ങൾ ഉയരുന്ന ഒരു കാട്, പച്ചപ്പുല്ലുകൾ പരവതാനി വിരിച്ചു കിടക്കുന്ന വലിയ കുന്നുകൾ, കാട്ടുപൂക്കളിൽ നിന്നും മധുര സുഗന്ധമുള്ള ഈ വഴിയാണ് സത്രം പുല്ലുമേട് ശബരിമലയ്ക്കുള്ള പാത. ഈ വഴിയിലൂടെ അയ്യനെ കാണാനായിട്ടുള്ള യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. അപ്പോൾ ഞാൻ അരുൺ, വെൽക്കം ടു പിക്സൽ റൂട്ട്സ്. ഇതാണ് സത്രം. ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവർക്കായി ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. സന്നിധാനത്തേക്ക് നമുക്ക് മെയിനായിട്ട് എത്തിപ്പെടാവുന്നത് 3 വഴികളിലൂടെയാണ്. ഒന്ന് എരിമേലി കരിമല പമ്പ വഴിയും, രണ്ടാമത്തേത് പമ്പ നീലിമല വഴിയും, പിന്നെ വരുന്ന അടുത്ത വഴിയാണ് ഈ വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് വഴി. അയ്യനെ കാണാനായുള്ള അടുത്ത യാത്ര നിങ്ങൾ ഈ വഴിക്ക് തീരുമാനിച്ചുവെങ്കിൽ നമുക്ക് 2 കടമ്പകൾ കടക്കേണ്ടതുണ്ട്. എന്താണെന്നല്ലേ പറയാം. ഒന്ന്, 100% ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ നിങ്ങൾ ഇവിടെ ക്യൂ വന്ന് നിൽക്കാൻ പാടുള്ളൂ. വേറൊന്നുമല്ല, ഒരു ആധാർ കാർഡ് നമ്മൾ സ്പോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ മിനിമം 1 മിനിറ്റ് എടുക്കും ഒരാളുടെ ആധാർ കാർഡ് ഇവിടെ സ്പോട്ട് ബുക്ക് ചെയ്യാനായിട്ട്. 1 മണിക്കൂറിൽ 60 പേര്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് ഗ്യാങ്ങുകളായിട്ടായിരിക്കും അയ്യപ്പന്മാർ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യത്തിന് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടത് 3-4 മണിക്കൂറാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഓൺലൈനിൽ സ്ലോട്ട് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്ന് സ്പോട്ട് ബുക്കിംഗ് എടുക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. ശബരിമല എൻട്രി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പോലീസിൻ്റെ ഒരു ടോക്കണാണ്. അതിനുവേണ്ടി നമുക്ക് ഇനി പോലീസ് കൺട്രോൾ റൂമിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ദീർഘനേരത്തെ ക്യൂവിന് ശേഷം എനിക്ക് ടോക്കൺ കിട്ടി. ടോക്കൺ നമ്പർ 324. അതായത് എനിക്ക് മുമ്പ് 324 ബാച്ച് അയ്യപ്പന്മാർ ഓൾറെഡി ഈ കാനനപാതയിലൂടെ കടന്നുപോയി കഴിഞ്ഞു. ഓരോ ടോക്കണിന്റെ ബാച്ചിലെയും അയ്യപ്പന്മാരെ വളരെ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ അയ്യപ്പന്മാരെ കാട് കയറാനായിട്ട് അനുവദിക്കുന്നത്. അങ്ങനെ പോലീസിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇടതുഭാഗത്തായി കാണുന്ന ഈ ക്ഷേത്രമാണ് സത്രം ശ്രീ മുരുകൻ ക്ഷേത്രം. ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അഴുത ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലാണ് ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെക്കിങ്ങിന് കൂടി വിധേയമാകണം. എന്തിനാണെന്നല്ലേ, പ്ലാസ്റ്റിക്. ദാ അവിടെ മുകളിലായിട്ട് കണ്ടോ അയ്യപ്പന്മാരെല്ലാം ചെക്ക് ചെയ്യുന്നത്. വെള്ളത്തിന്റെ കുപ്പി, ബിസ്ക്കറ്റ്സിന്റെ കവർ, അതുപോലെ തന്നെ ബ്രെഡിന്റെ കവർ തുടങ്ങി യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക്സും നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ ഇല്ല. ഇനി നിങ്ങൾ അവരുടെ കണ്ണ് വെട്ടിച്ച് പ്ലാസ്റ്റിക് കൊണ്ടുപോയാലും ദൈവത്തെ വിചാരിച്ചിട്ട് ആ പ്ലാസ്റ്റിക് ഒന്നും വനത്തിൽ ഉപേക്ഷിക്കരുത്. കാരണം കാട് നമ്മുടെയല്ല, നമ്മളതിലെ സഞ്ചാരികൾ മാത്രമാണ്. അപ്പോൾ നിങ്ങളും പരമാവധി ഈ വഴിയിലൂടെ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കാടിൻ്റെ വന്യതയിലേക്ക് കിടക്കുകയാണ്. ശാന്തമായ സ്വസ്ഥമായ നമ്മുടെ ആ കാനനപാത യാത്രയുടെ തുടക്കം ശരിക്കും ഈ ഒരു ചെക്ക് പോസ്റ്റിന് ഇപ്പുറമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവിടെ നിന്നും പുൽമേട് വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അതികഠിനമായ കയറ്റം തന്നെയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് നല്ല ഉഷാറ് കയറ്റാട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം പോയ എരിമേലി കാനനപാതയേക്കാളും അഴുത കരിമലയേക്കാളും എല്ലാം വലിയ കയറ്റമാണിത്. ഇത് നമ്മൾ അത്യാവശ്യം ചെറിയൊരു പോർഷൻ നടന്നപ്പോഴേക്ക് നമ്മൾ ക്ഷീണിച്ചു. കരിമല എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു ലോങ് സ്ട്രെച്ചിലാണ് വരുന്നത്. പക്ഷേ ഇത് ആ ഒരു കിലോമീറ്റർ നല്ല കുത്തനുള്ള കയറ്റമാണ്. എന്തായാലും ശരണം വിളിച്ച് മുന്നോട്ട്. കോട കയറി കിടക്കുന്ന കാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രകൃതി ഭക്തിയിലേക്ക് ലയിക്കുന്നൊരു പ്രതിഭാസം. വലിയ കയറ്റങ്ങൾക്ക് ഒരു ഇടവേള ഇട്ടുകൊണ്ട് ചെറിയൊരു നിരപ്പായ പ്രദേശം. നമ്മൾ ഇത്രയും നേരം നടന്നു വന്നൊരു ഡീപ്പായ ഫോറസ്റ്റിന്റെ ഒരു പ്രതീതിയല്ല ഇപ്പോൾ. കണ്ടില്ലേ, ഓപ്പണായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം, ഒരുപാട് നീണ്ടു നിവർന്ന് കിടക്കുന്ന പച്ചക്കുന്നുകൾ. ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ പാതയിലെല്ലാം അത്യാവശ്യം നല്ല ചെളിയുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ വരുന്ന വഴിക്ക് നമുക്കിപ്പോൾ ഒരു 3-4 വാട്ടർ ക്രോസ് കിട്ടി. പിന്നെ കോട രക്ഷയില്ല, ഒരു പ്രത്യേക ഫീലാണ്. ഈ വലിയ കയറ്റമെല്ലാം കയറി ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സീതക്കുളത്താണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുടിവെള്ള വിതരണമെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ താഴേന്ന് പോകുന്നിട്ട് ഇതുവരെ നമ്മൾ വെള്ളമൊന്നും കുടിച്ചിട്ടില്ലല്ലോ. കാരണം നമ്മുടെ അടുത്ത് വെള്ളം കുപ്പിയില്ല. ഈ തണുപ്പത്ത് ഈ കോടയിൽ ഈ ചുക്കുവെള്ളം കുടിക്കുമ്പോണ്ടല്ലോ അമൃതാണ്, അമൃത്. അവിടെ മുകളിൽ കണ്ടോ ചെറിയൊരു ബിൽഡിങ്, അത് ഫോറസ്റ്റിന്റെ അവരുടെ ഒരു ചെറിയൊരു സ്റ്റേയും അതുപോലെ തന്നെ വാച്ച് ടവറൊക്കെയാണ്. കോട മൂടി കിടക്കുന്ന കാരണം നമുക്ക് ഒന്നും വിഷ്വലൊന്നും ക്ലിയർ അല്ല. അങ്ങനെ സീതക്കുളത്തെ ചെറിയൊരു വിശ്രമത്തിന് ശേഷം നമ്മൾ സന്നിധാനം ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ്. നിങ്ങൾ പല വീഡിയോസിലും കണ്ടു കാണും, നമ്മൾ ഈ വഴിക്കെല്ലാം പോകുമ്പോൾ നമുക്ക് ഒരുപാട് വൈൽഡ് ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്രാവശ്യം നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, കണ്ണിൽ കുത്തുന്ന കോട എന്ന് പറഞ്ഞാൽ കണ്ണിൽ കുത്തുന്ന കോട തന്നെ പറയണം. അമ്മാരി കോട, നമുക്ക് പല വിഷ്വൽസും ക്ലിയർ അല്ല.
നമ്മൾ എരുമേലി കരിമല വഴി വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇടത്താവളങ്ങൾ കിട്ടും, അതായത് വിശ്രമിക്കാനും വിരിവെക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഈ പാതയിൽ അതില്ല, കാരണം ഇതാകെ നമുക്ക് 12 കിലോമീറ്റർ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ റൂട്ടിൽ ഭക്ഷണത്തിന്റെ സൗകര്യം നമുക്ക് വളരെ പരിമിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് എല്ലാം കരുതാൻ പറ്റുകയാണെങ്കിൽ, പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ടുള്ള സ്നാക്സ് എല്ലാം കരുതാൻ പറ്റുകയാണെങ്കിൽ അത് മാക്സിമം കയ്യിൽ കരുതാം. നല്ല കോടയുണ്ട്, നമുക്കൊരു വിഷ്വലും ക്ലിയർ അല്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൃഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയുപോലും ഇല്ല, കാരണം നമ്മൾ പൂർണ്ണമായി നടക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലൂടെയാണ്. ഈ യാത്രയിലെ അടുത്തൊരു ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്ന 0 പോയിന്റ്. പേര് പോലെ തന്നെ സീറോ വിസിബിലിറ്റി. ആനകളെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു ഏരിയ ആണത്. ആ കാണുന്ന ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടോ, അതിന്റെ ബാക്കിൽ ഇന്ന് കാലത്തൊക്കെ ഏകദേശം ഒരു 10-13 ആനകൾ ഉണ്ടായിരുന്നു അത്രേ. അങ്ങനെ നമ്മൾ നടന്ന് ഉപ്പുപാറ എത്തിയിട്ടോ. ഇവിടെ ഫോറസ്റ്റിന്റെയും പോലീസിന്റെ ഒക്കെ ഒരു ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന അയ്യപ്പന്മാരെല്ലാം ഇവിടെ കറക്റ്റായിട്ട് പാസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗതാഗത സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാനായിട്ട്. ആ കാണുന്ന ക്യൂ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഈ വഴിയിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം വളരെ പരിമിതമാണെന്ന്. ആ തിരക്ക് നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം, ഏകദേശം ഒരു 10,000 പേരുണ്ടാവും അവിടെ. ഉണ്ടാവില്ലെങ്കിൽ ഒരു 500 പേരെങ്കിലും ഉണ്ടാവും. അത്രയും പേര് കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ കഴിക്കാനായിട്ട്. നമ്മൾ ഇവിടെ ഈ ഒരു സമയത്ത് ഇവിടെ ക്യൂ നിൽക്കാന്നുണ്ടെങ്കിൽ എങ്ങനെയാലും നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സുകളോ ലഘുഭക്ഷണങ്ങളോ ഒക്കെ നമ്മൾ കയ്യിൽ കരുതിയാൽ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമുക്ക് ഒഴിവാക്കാട്ടോ. ഇത് ഇവിടെ നിന്നിട്ട് നടപടിയാവുമെന്ന് തോന്നുന്നില്ല. ആ നേരം നമുക്ക് വിശപ്പ് സഹിച്ച് ശരണമന്ത്രങ്ങളായി മുന്നോട്ട് പോവാം. ഇനി ഇവിടെ നിന്ന് 6 കിലോമീറ്റർ. അങ്ങനെ നമുക്ക് വെള്ളം കുടിച്ച് വിശപ്പടക്കി മുന്നോട്ട് നടക്കാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സമതലമായ ഒരു പ്രദേശമാണ്. വലിയ കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഒന്നുമില്ല. വലിയ ആയാസമൊന്നും വേണ്ടാത്തൊരു നടത്തം. നമ്മളീ പാതയിലൂടെ വരുമ്പോൾ നമുക്ക് 1-2 ചെറിയ ചെറിയ ചക്കിടാമുകൾ കാണാം. ഇത് ഉപ്പുപാറയിലെ തണ്ണീർത്തൊട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ചക്കിടാമാണത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് സന്നിധാനത്തേക്ക് നടന്നു നീങ്ങാനായിട്ട്. മഴ പെയ്യുന്നില്ല, അതൊരു ഭാഗ്യമാണ്. പക്ഷെ എന്തായാലും നല്ല മഴക്കാരുണ്ട്. ഇനി മഴ എങ്ങാനും പെയ്താലോ പാതയിലൊക്കെ നല്ല ചെളിയാണ്, വഴുക്കി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ സത്രം മുതൽ നമുക്ക് ശബരിമല വരെ നമ്മൾ സഞ്ചരിക്കുന്ന പാതയൊക്കെ പെരിയാർ ടൈഗർ റിസർവ് ആട്ടോ. അത്യാവശ്യം നല്ല അനിമൽ പ്രസൻസ് ഉള്ള ഏരിയ ആട്ടോ. ഇത് വർഷത്തിൽ ഈ ഒരു സീസണിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തുറന്നു തരുള്ളൂ. കണ്ടോ, ഒരു വശത്ത് അയ്യന്റെ സന്നിധാനം, മറുവശത്ത് പൊന്നമ്പലമേട്. ഒരേ സമയം മകരജ്യോതിയും അയ്യപ്പനെയും കാണാനായിട്ട് സുഹൃതം കിട്ടിയൊരു സ്ഥലം കേട്ടോ അത്. അങ്ങ് ദൂരെ കണ്ടോ സന്നിധാനം, ആ ഒരു നടപ്പന്തലും അതുപോലെ തന്നെ അരോണ പ്ലാന്റിൽ പുകയെല്ലാം പോകണമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ കോടയെല്ലാം പോയി. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് സന്നിധാനം എത്താം. ഇനി ഇവിടുന്ന് നല്ല ഉഷാർ ഇറക്കങ്ങളാണ്. നമ്മൾ അവിടുന്ന് കയറി വന്ന പോലെ തന്നെ ഉഷാർ ഇറക്കങ്ങൾ. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്ലിപ്പറിയാണ്, വഴിക്ക് വെള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ പാതയിലൂടെ അയ്യപ്പന്മാർക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അതുപോലെ ടോക്കൺ പ്രകാരം അവസാനത്തെ അയ്യപ്പനും ഗാർഡ് കയറി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ അന്നത്തെ ഡ്യൂട്ടി അവസാനിപ്പിക്കുകയുള്ളൂ. അത് അവരുടെ ഡ്യൂട്ടി മാത്രമല്ല, ഒരു സേവനം കൂടിയാണ്. പണ്ട് പമ്പയിൽ മഹാപ്രളയം ഉണ്ടായില്ലേ, അപ്പോൾ അയ്യന് വേണ്ട പൂജാദ്രവ്യങ്ങളും ബാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുപോയത് ഈ വഴിയിലൂടെ ആട്ടോ. ഇപ്പം സമയം ഏകദേശം 4 മണി കഴിഞ്ഞു, മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടാവും മുമ്പ് സന്നിധാനം പിടിക്കാനുള്ള തിരക്കിലാണ് എല്ലാ അയ്യപ്പന്മാരും. അങ്ങനെ നമ്മൾ ഈ ഇറക്കെല്ലാം ഇറങ്ങിയിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് കഴുതക്കുഴി. ഇവിടെ ഫോറസ്റ്റിന്റെ ചെറിയൊരു കടയിലാണ് കേട്ടോ. ഈ സ്ഥലത്തിന് കഴുതക്കുഴി എന്ന് പേര് വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്നല്ലേ, പണ്ട് അതായത് സന്നിധാനത്തൊക്കെ ട്രാക്ടറൊക്കെ വരുന്നതിന് മുമ്പ് സന്നിധാനത്തേക്കുള്ള മെയിൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കഴുതകളായിരുന്നു. അപ്പോൾ ഒരുപാട് വയസ്സായ കഴുതകളോ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത കഴുതകളൊക്കെ ഇവർ എന്ത് ചെയ്യും, സന്നിധാനത്ത് നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ ഒരു കുഴിയിൽ കൊണ്ട് തള്ളും. അങ്ങനെ സ്ഥിരമായി കഴുതകളെ ഇട്ട് ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് കഴുതക്കുഴി എന്നാണ്. ഈ പാതയിലെ ഏറ്റവും അപകടകരമായ ഒരു സ്ട്രെച്ചാണിത്. കാരണം കണ്ടില്ലേ, ഒറ്റയടി പാതയാണ്. ഒരു തെറ്റായ ഒരു ചുവട് അപകടം വിളിച്ചു വരുത്താം. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, കാട്ടിലെ കാറ്റ്, ചെറിയൊരു ഭീതി തോന്നും. അങ്ങനെ നമ്മൾ സന്നിധാനം ഏകദേശം എത്താറേന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ അനൗൺസ്മെന്റ് എല്ലാം കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പാതയിലെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി. നമുക്ക് അവിടെ നിന്നും കാലത്ത് തന്ന ടോക്കൺ നമ്മളിവിടെ തിരിച്ചേൽപ്പിക്കണം. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് ഉരക്കുഴി തീർത്ഥം കാണാം. സമയം 5:30 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ഇവിടെ കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കാണാനുള്ള ഭാഗ്യമില്ല. നാളെ കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ കാലത്ത് 11 മണിക്കാണ് സത്രത്തിൽ നിന്നും നടത്താൻ തുടങ്ങിയത്. ഇപ്പം സമയം ഏകദേശം 5:30-6 മണിയാകുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് സന്നിധാനം ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പുതിയൊരു യാത്രയുടെ തുടക്കത്തിനായി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.